ശരിയാ, ജാനമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ ജാനമ്മ പള്ളിക്കുടത്തിൽ പോയിട്ടിരുന്ന മാത്രം ആരും പറയരുത്. അത് ജാനമ്മ സഹിക്കൂല. ഓരോരുത്തർക്ക് ചോദിക്കുന്നതാ, നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ തള്ളയെന്നൊക്കെ. ഞാൻ എന്തായാലും ഒരു തെളിവല്ല ആവശ്യം. തെളിവ് കൊണ്ടുതാണ് ഞാൻ വന്നിരിക്കുന്നത്. നോക്ക് നോക്ക്, ജാനമ്മ 10ാം ക്ലാസ് പഠിച്ചതാ. ഇതാ കണ്ടോ? ഇനി ഇതിൽ കൂടി വലിയ തെളിവ് എന്താ വേണ്ടത്? ജാനമ്മയ്ക്ക് വലിയ മാർക്കൊന്നുമില്ല, ശരിയാ, സമ്മതിച്ചു. ജാനമ്മ അങ്ങ് അട്ടിമുട്ടി അങ്ങോട്ട് പള്ളിക്കൂടം വിട്ടു പോകുന്നതാണ്. 10ാം ക്ലാസ്സിലെ മാഷ് ഇംഗ്ലീഷ് സാറ് ഒരു 10 മാർക്ക് കിട്ടി പാസ്സാകാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടെന്നറിയാവോ? എത്ര മണ്ടർ ക്ലാസ് വെച്ചെന്നറിയാവോ സാറ്? ഞാൻ എത്ര മണ്ടർ ക്ലാസ്സിൽ ഇരുന്നെന്നറിയാവോ? അതിന്റെ ഒരു വിഷമം നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെനിക്കറിയൂ. എത്ര കിലോമീറ്റർ നടന്നാണ് ഞാൻ മണ്ടർ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ ആരോട് പറയാം? ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കൂ. എന്നിട്ട് കുറ്റപ്പെടുത്തലുകൾ മാത്രം. പിന്നെ ഒരു കൂട്ടരുടെ പരാതി, വലിയ മാർക്കൊന്നും കിട്ടിയില്ല. അതൊക്കെ ഞാനങ്ങ് സഹിച്ചു. 10ാം ക്ലാസ്സിൽ വലിയ മാർക്ക് വാങ്ങിച്ച് പാസ്സായില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ജാനമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുറവുമില്ല. അറിയാവോ? ജാനമ്മയ്ക്ക് അങ്ങനെ ഒരു കുറവ് തോന്നുന്നില്ല. ജാനമ്മ എവിടെ വേണേലും പോകും, ഏത് രാജ്യത്ത് വേണേലും ജാനമ്മ പോകും. അറിയോ? ജാനമ്മ ഏത് അറബിയുടെ അടുത്ത് ചെന്നാലും മലയാളം പറയും, അമേരിക്ക ചെന്നാലും മലയാളം പറയും. എങ്ങനെയായാലും ജാനമ്മ പിടിച്ചു നിൽക്കും. ഇന്നിപ്പോ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുമല്ലേ, പുറകെ +2ന്റെ. ആഹാ, നമ്മുടെ വിദ്യാസമ്പന്നരായ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എത്ര A+ കിട്ടി, നീ ജയിച്ചോ തോറ്റോ എന്നൊക്കെ അറിയാൻ. ജയിച്ചോ തോറ്റോ എന്നറിയാൻ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ? നിങ്ങൾ തോറ്റാൽ പോലും ഒരു 10ാം ക്ലാസ്സിന്റെയോ +2ന്റെയോ പരീക്ഷ കൊണ്ട് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കപ്പെടുന്നില്ല. ഈ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷകൾ ഒരുപാട് നമ്മൾ നേരിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്, അല്ലേ? അതിപ്പോ ഫുൾ A+ വാങ്ങിച്ച ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നേരിടാൻ കഴിയാത്ത പരീക്ഷകളെ തോറ്റ ഒരു കുട്ടിക്ക് നേരിടാൻ കഴിഞ്ഞെന്ന് വരും. പ്രായോഗികമായിട്ട് അവർക്ക് മറ്റു ഒരുപാട് കഴിവുകളുണ്ടാവും, ബുദ്ധിപരമായിട്ട് ഒരുപാട് കഴിവുകളുണ്ടാവും. വായിച്ച് പഠിച്ച് നമ്മളെ ഫുൾ A+ മേടിക്കുന്നത് മാത്രമല്ല നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ആര് തളർത്താൻ നോക്കിയാലും, നിങ്ങളെ ആര് കുറ്റപ്പെടുത്താനോ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനോ വന്നാലും നിങ്ങൾ അവരോട് സധൈര്യം നേരിടുക. ആരുടെയും മുമ്പിൽ പേടിച്ച് അല്ലെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ മടിച്ച് ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവരോട് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു പരീക്ഷ കൊണ്ട് എന്റെ ജീവിതം വിധി എഴുതുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ സഹപാഠികളോട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഒരു പരീക്ഷ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവനും കാര്യങ്ങൾക്ക് തീരുമാനമായിട്ടില്ല. നിങ്ങൾ തോറ്റാലും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും ഇനിയും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പരീക്ഷകളിൽ നമുക്ക് വിജയിക്കാനായിട്ട് അവസരങ്ങൾ ഇനിയും ഉണ്ടാവും. ജാനമ്മയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുക, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ ഒരിടത്തും തോറ്റുപോയിട്ടില്ല. ജാനമ്മയ്ക്ക് ചില രാജ്യങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് തൊഴിലുകൾ ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മാന്യമായി നമുക്ക് ജീവിക്കാനായിട്ട് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ടെന്ന് ഈ ജാനമ്മയ്ക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരിക. ഈ ഉറപ്പിന്റെ പേരിൽ നിങ്ങൾ ഉഴപ്പാൻ പാടില്ല. നന്നായി ഇനി മുന്നോട്ട് പഠിക്കുക. തോറ്റവർക്ക് എഴുതിയെടുക്കാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകുക. എല്ലാവരോടും സധൈര്യം മറുപടി പറയുക. പിന്നുണ്ടല്ലോ, ഈ എത്ര മാർക്കുണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നവരില്ലേ, അവർ തോറ്റ് തൊപ്പിയിട്ടവരായിരിക്കും. അവർ സ്കൂളിലും ജീവിതത്തിലും തോറ്റ് തൊപ്പിയിട്ടുള്ളവരായിരിക്കും. അല്ല പിന്നെ പക്ഷെ അവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര ശുഷ്കാന്തിയുള്ളവരാട്ടോ. ഇതാരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി.